വിശ്വസിക്കേണ്ടതായ അഖീദ. പിന്നെ പറഞ്ഞു ഫസ്ബിർ അലാ മാ യഖൂലൂൻ. ഫസ്ബിർ, ഇതാണ് കാര്യം എന്നിരിക്കെ താങ്കൾ സബ്ർ ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമ്മിഷ്ടം പ്രകടിപ്പിക്കണ്ട. മറിച്ച് ഹബ്സുൻ നഫ്സ്, മനസ്സിനെ കൺട്രോൾ ചെയ്തോളൂ. അത് അലാ തഅത്തില്ല, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന കാര്യത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്തിക്കോ. ഹബ്സുൻ നഫ്സി അൻ മഹാരിമില്ല, അള്ളാഹ് അരുത് എന്ന് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് പോകാതെ മനസ്സിനെ തടഞ്ഞു വെച്ചോ. ഹബ്സുൻ നഫ്സി അനിൻ തദജ്ജുരി മിൻ അഖ്ദാരില്ല, അള്ളാഹു കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് ഖൈറാകട്ടെ ഷർറാകട്ടെ, നമ്മുടെ അനുഭവത്തിൽ എന്താണെങ്കിലും ശരി, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അതൃപ്തി മനസ്സിൽ വരരുത്, അത് മുഷിപ്പ് പറയുന്ന സ്ഥിതി ഉണ്ടാവരുത്. ഇങ്ങനെ എല്ലാ രൂപത്തിലും സബ്ർ ചെയ്യാം. അലാ മാ യഖൂലൂൻ, അവർ പറയുന്നതിന്റെ പേരിൽ. അവർ പറയുന്നതിലെ ഏറ്റവും വലിയത് എന്താ? അള്ളാഹ് 7-ാമത്തെ ദിവസം വിശ്രമിച്ചു, ഇതെല്ലാം ഉണ്ടാക്കി അള്ളാഹ് ക്ഷീണിച്ചു പോയിട്ട് വിശ്രമിച്ചു. അതാണ് യൗമുസ്സബ്ത്. അതുകൊണ്ടാണ് ഒരു യൗമുസ്സബ്ത്തിൽ പണിയൊന്നും എടുക്കാതെ ഓല് വിശ്രമിക്കുന്നത്. അങ്ങനെ അത് കടുത്ത ഇഫ്തിറാഉൻ അലല്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള ഫിരിയത്താണ്. ഒരു രേഖയുമില്ലാതെ അവർക്ക് തോന്നിയതുപോലെ സംസാരിക്കുന്ന ഒരു ഫിരിയത്താണ്. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് വേണ്ടാത്തത് പറയാന്നുള്ളത് അവരുടെ രീതിയാണ്. അത് കേട്ടിട്ട് നബിയെ താങ്കൾ അതിനോട് വളരെ രൂക്ഷമായി പ്രതികരിക്കാനൊന്നും പോണ്ട. താങ്കൾ സബ്ർ ചെയ്യൂ. മിനദ്ദമ്മിലക്, താങ്കളെ അവര് ദമ്മ് ചെയ്യുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. വത്തക്ദീബ് ബിമാ ജീത ബിഹി, താങ്കൾ കൊണ്ടുവന്നതിനെ അവര് കളവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താങ്കളെ ആക്ഷേപിക്കുകയും താങ്കൾ കൊണ്ടുവന്നതിനെ കളവാക്കുകയും ചെയ്യുന്നത് കേട്ടിട്ട് താങ്കൾ എന്ത് ചെയ്യേണ്ടതില്ല? മുതളജ്ജിറാകേണ്ട കാര്യമല്ല. അലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലൻ യുഅ്മിനൂ ബിഹാദിൽ ഹദീസ് യസഫ, താങ്കൾ കൊണ്ടുവന്നിട്ടുള്ള ഈ കാര്യത്തിൽ അവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് താങ്കൾ വിഷമിച്ച് സ്വയം നശിച്ചു പോകുന്ന അവസ്ഥ, അതിന്റെ കാര്യമില്ല. സബ്ർ ചെയ്യൂ. ദഅവത്തിൽ സബ്ർ നിർബന്ധാണ്. ഇസ്ലാമിക ജീവിതത്തിൽ സബ്ർ നിർബന്ധാണ്. അതാണ് അൽ ഇൽമു വൽ അമൽ വദ്ദഅവ ഇലൈഹി വസ്സബ്ർ അലൽ അദാഫി. അത് അതിലെ 4-ാമത്തെ കാര്യമാണ്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, മുർസലീങ്ങളാകണമെങ്കിൽ നിർബന്ധമായിട്ട് സബ്ർ വേണം. ക്ഷമിച്ചേ പറ്റൂ. ഇല്ലാത്ത ഒരാൾക്ക് റിസാലത്തിന് നുബുവത്തുമായിട്ട് നടക്കാൻ കഴിയില്ല. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. ഇമാമത്ത് കിട്ടണമെങ്കിൽ, ദീനിൽ ഇമാമത്ത് വേണമെങ്കിൽ യഖീനും സബറും അനിവാര്യമാണ്. അതില്ലാത്തവർക്ക് അതില്ല. സബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അദീം, അത് സബറുള്ള ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. വലിയൊരു ഹദ് തന്നെ വേണം. സബർ എന്ന് പറഞ്ഞാൽ അറ്റം കാണാത്തൊരു സംഗതിയാണ്. ഈ ദുരിതം 3 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ക്ഷമിക്കാൻ പറ്റും. ഒരറ്റുണ്ടല്ലോ, അത് ഇല്ല, അത് നമ്മളെയും കൊണ്ടേ പോകുള്ളൂ, നിൽക്കൂല, അവസാനം വരെയെന്ന് പറഞ്ഞാലും അത് ക്ഷമിക്കാൻ കഴിയണം. ക്ഷമിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ക്ഷമകേട് മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറയുന്നതല്ല ക്ഷമ. ക്ഷമിക്കുന്ന ഒരാളതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമല്ല, പുറത്തു വന്നുപോയി. അത് പറയുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രം പറയാം, വേറെ ആരോടും ഉണ്ടാതിരിക്കുക. അപ്പോ ക്ഷമയാവുള്ളൂ. അതിൽ തൃപ്തി കാണിക്കുക. ഇത് അള്ളാഹ് തന്നതാണ്. ഞാൻ തൃപ്തി കാണിച്ചാലും തൃപ്തികേട് കാണിച്ചിരുന്നാലും ക്ഷമകേട് കാണിച്ചാലും ക്ഷമിച്ചാലും ഇതൊരേ മാതിരി തന്നെ ഉണ്ടാകുക, ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒരു പടപ്പിനോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പടപ്പിനോടും ഞാൻ പറയില്ല. ഇന്നമാഷ്കു ബസ്തി വഹുസ്നി ഇലല്ലാഹ്, എനിക്കുള്ള എല്ലാ പ്രയാസങ്ങളും എൻ്റെ എല്ലാ അപരാധികളും വേവലാതികളും ഞാൻ നിരത്താൻ പോകുന്നത് അള്ളാഹിനോട് മാത്രമാണ്, വേറെ ആരോടും പറയാതിരിക്കുക. അതാണ് ക്ഷമ. അതിനാൽ ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്ന കാര്യങ്ങൾ അതിൽ താങ്കൾ ക്ഷമ വേണം.
അത് താങ്കൾ ആക്ഷേപിച്ചാലും ശരി, താങ്കൾ കൊണ്ടുവന്നതിനെ ബിഹി, താങ്കൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യത്തിനെ കളവാക്കിയാലും ശരി, അതിന് നേരിടാനുള്ള താങ്കളുടെ കരുത്തെന്താണ്? താങ്കളുടെ ആയുധം എന്താണ്? അത് നേരിടാനുള്ള താങ്കളുടെ കരുത്ത് വഷ്തഗിൽ അൻഹും വൽഹ ബിതാഅത്തി റബ്ബിക്. വഷ്തഗിൽ അൻഹും, അവരിൽ നിന്ന് താങ്കൾ എൻഗേജ് ആയിക്കൊള്ളുക. അവരെ വിട്ട് താങ്കൾ വ്യാപൃതനാകണം. വൽഹ, അവരിൽ നിന്ന് താങ്കൾ ലഹുവിലാകണം. അവരെ വിട്ടിട്ട് താങ്കൾ മുഴുകണം. ഏതുകൊണ്ട്? ബിതാഅത്തി റബ്ബിക്, താങ്കളുടെ റബ്ബിനുള്ള ത്വാഅത്തിൽ, അള്ളാഹ്ക്ക് കീഴ്പ്പെടുന്ന കാര്യത്തിൽ താങ്കൾ മുഴുകണം. നമ്മൾ എപ്പോഴാണ് നമുക്ക് പ്രയാസം, ഇതിനൊക്കെ പ്രയാസം വരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശൂന്യമായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ശൂന്യത എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ആ ശൂന്യത വരുന്ന സമയത്ത് ആ ശൂന്യതയെ അല്ലെങ്കിൽ ആ വാക്വം, അതിനെ നമ്മൾ ഫില്ല് ചെയ്യാൻ, എൻഗേജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് അള്ളാഹ്ക്കുള്ള താഅത്തും തസ്ബീഹുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദിക്റുല്ലാഹ്. ദിക്റുല്ലാഹിൽ ഏറ്റവും വലുത് അത്തസ്ബീഹ് വത്തഹ്മീദ് വത്തക്ബീർ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെയുള്ള ദിക്റുകൾ കൊണ്ട് ഇസ്തഗിൽ, നീ എൻഗേജ് ആവണം. ഇല്ല, അതിൽ നിന്ന് താങ്കൾ ശ്രദ്ധ തെറ്റി ഇതിൽ താങ്കളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിൽ നിന്ന് ശ്രദ്ധ തെറ്റണം. അവരുടെ ദമ്മുകൾ, അവരുടെ തെക്ദീബുകൾ, അതിന് മൈൻഡ് കൊടുക്കരുത്. അതിൽ നിന്ന് താങ്കൾ ശ്രദ്ധ തെറ്റണം. എന്നിട്ട് താങ്കൾ എൻഗേജ് ആകേണ്ടത്, താങ്കൾ ശരിക്ക് മുഴുകേണ്ടത് ഏതിലാണ്? ബിതാഅത്തി റബ്ബിക് വതസ്ബീഹിഹി വബിദിക്രിഹി. അള്ളാഹ്ക്കുള്ള ദിക്ർ കൊണ്ടാണ്, അള്ളാഹ്ക്കുള്ള താഅത്ത് കൊണ്ടാണ്. അത് ഏറ്റവും അതിന് ഉചിതമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ്വലൻ നഹാരി വ ആഖിറഹു, പകലിന്റെ തുടക്കത്തിലും പകലിന്റെ ഒടുക്കത്തിലുമാണ്. അതാണ് സമയത്തിൽ ഏറ്റവും നല്ല സമയം. ആ സമയത്താണ് മലക്കുകൾ നമ്മുടെ അടുക്കൽ മാറി വരുന്നത്. നമ്മുടെ അഅ്മാലുകളുമായി മലക്കുകൾ കയറിപ്പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കുന്നത്, നമ്മുടെ ദിനേനയുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പാകെ സമർപ്പിക്കുകയും അള്ളാഹു നോക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് പോയിട്ട് കടന്നുറങ്ങണ്ട. ആ സമയത്ത് വേറെ ഗുണമില്ലാത്ത ഏതെങ്കിലും ദുന്യാവിന്റെ അഭിശപ്തമായിട്ടുള്ള കാര്യങ്ങളിലല്ല മുഴുകേണ്ടത്, ഇത്തരം കാര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് അവലുന്നഹാറിലും ആഖിറുന്നഹാറിലും പ്രത്യേകമായിട്ടുള്ള വിറുദുകൾ വെച്ചത്, ദിക്റുകൾ വെച്ചത്. അദ്കാറുസ് സബാഹ്, അദ്കാറുൽ മസാ, അത് വെച്ചത്. അത് മാത്രമല്ല വഫി ഔഖാത്തിൽ ലൈൽ, രാത്രിയുടെ യാമങ്ങളിലും അള്ളാഹുവിന് താഴത്തിൽ മുഴുകണം. ബിൽ ഖിറാഅത്തി വദ്ദിക്രി വൽ ഖിറാഅത്തി വസ്സലാത്തി വത്തസ്ബീഹ്, നിസ്കാരാകാം, ഖുർആനോദലാകാം, ദിക്റുകളാകാം, തസ്ബീഹുകളാകാം, ഇങ്ങനെയുള്ള എന്ത് കാര്യമാകാം. അല്ലെങ്കിൽ ദീൻ പഠിക്കുന്നതാകാം, ദീൻ പഠിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാകാം, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ആകാം. അതുപോലെ തന്നെ വാദുബാർ സ്വലവാത്ത്, നമസ്കാരങ്ങളുടെ ശേഷവും നമസ്കാര ശേഷം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിലും നമസ്കാരത്തിന്റെ ശേഷമാകുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ വല്ലാണ്ട് വേട്ടയാടും. കാരണം നമ്മള് ഒന്നുണ്ടാക്കി മറ്റ് ചിന്തകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി വളരെ സ്വസ്ഥമായി നമ്മൾ വന്നു നിൽക്കുന്ന സമയത്താണ് ഈ അടങ്ങിക്കിടക്കുന്നതൊക്കെ ചിന്ത ഇങ്ങനെ വരണ്ട. ബാക്കിയെല്ലാം ഒതുങ്ങുമ്പോൾ മനസ്സിന്റെ അടിത്തട്ടിലുള്ളത്, സബ് കോൺഷ്യസിലുള്ളത് ഇങ്ങനെ ഇവോക്ക് ചെയ്യപ്പെടുക. അപ്പോഴാണ് അത് നമ്മളെ വേട്ടയാടാൻ തുടങ്ങുമ്പോൾ അതിന്റെ പിന്നാലെ ഇസ്തിർസാല് പാടില്ല, അതിന്റെ പിന്നാലെയുള്ള ഇസ്തിർഹാ പാടില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്തിഗാല് ചെയ്യണം. ഏതുമായിട്ട്? ബിദിക്രില്ലാഹ് വബിത്വാഅത്തിഹി വബിതസ്ബീഹിഹി വബിതഹ്മീദിഹി, അള്ളാഹ്ക്കുള്ള ദിക്ർ കൊണ്ട്, അവരുള്ള താഅത്ത് കൊണ്ട്. അങ്ങനത്തെ ഏറ്റവും നല്ല സമയമാണ് ഒന്ന് സബാഹ് അവലുന്നഹാർ, മറ്റൊന്ന് മസാ ആഖിറുന്നഹാർ.
മറ്റൊന്ന് അദ്ബാറ സ്വലവാത്ത്, നമസ്കാരത്തിന്റെ ശേഷം. ഫഇന്ന ദിക്റല്ലാഹി തആല, ആ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനുള്ള ദിക്റിൽ നമ്മൾ മുഴുകുകയാണെങ്കിൽ ആ ദിക്ർ മുസ്ലിൻ ലിന്നഫ്സ്, അത് തസ്ലിയത്ത് നൽകുന്നതാണ് മനസ്സിന്. ലിന്നഫ്സ്, നമ്മുടെ മനസ്സിന് വല്ലാത്തൊരാശ്വാസം നൽകുന്നതാണ്. ഒരു തസ്ബീഹിന്റെ ഒക്കെ കനം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. തസ്ബീഹിന്റെ കൂടെ തഹ്മീദൂടെയും കൂടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. അതാണ് ജുവൈരിയ, ഉമ്മുന ജുവൈരിയ റളിയല്ലാഹു അൻഹ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നബി സുബ്ഹ് നിസ്കരിച്ച് വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവര് സുബ്ഹ് നിസ്കരിച്ച അതേ മുസല്ലയിൽ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. പുറത്തൊക്കെ പോയി വന്ന് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അവർ അവിടെ തന്നെ ഇരുന്നിട്ട് ദിക്റിലാണ്. മാസിൽ തും ഹാഹുന, ഇവിടെ തന്നെ ആയിരുന്നോ, നീച്ചിട്ടില്ലേ? ഇല്ല, ദിക്ർ തന്നെയാണ്. അപ്പോ ഈ പല കാര്യങ്ങളും ഇങ്ങനെ നിങ്ങൾ ദിക്ർ ചൊല്ലുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി, ഈ 4 വചനങ്ങൾ 3 തവണ ആവർത്തിച്ചിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വറിളാ നഫ്സി വസിനത അർശിഹി വമിദാദ കലിമാതി, ഇതാണ് 4 വചനങ്ങൾ. ആ 4 വചനങ്ങൾ 3 തവണ ആവർത്തിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു ഇത്രയും നേരം നിങ്ങൾ ചൊല്ലിയതിനേക്കാളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ മീസാനിൽ ഖനം തൂങ്ങുക. ഒരു തസ്ബീഹ് കൊണ്ട് ഒരു പട്ടണം വീഴും. ഒരു തസ്ബീഹ് കൊണ്ട് മാസങ്ങൾ ജീവിക്കും. അതൊക്കെ അള്ളാഹ് കണക്കാക്കിയതാണ്. തസ്ബീഹിന്റെ ശക്തി പറഞ്ഞതാണ്. അവസാന കാലത്ത് മുസ്ലിമീങ്ങൾ നടത്തുന്ന യുദ്ധം, അതിനെക്കുറിച്ച് നടത്തുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ നമുക്ക് കാണാൻ പറ്റും. തസ്ബീഹ് കൊണ്ട്, ഒരു തസ്ബീഹ് കൊണ്ട് ആ പട്ടണത്തിന്റെ ഒരു ഭാഗം അവർ കീഴ്പ്പെടുത്തുന്നത്, വീഴ്ത്തുന്നത്. അവസാന കാലത്ത് അവർക്കൊന്നുമില്ല. അവരെന്താണ് ജീവിപ്പിക്കുന്നത്? തസ്ബീഹ് അല്ലാതെ വേറൊന്നുമല്ല. ഏറ്റവും വലിയ വിഷമസന്ധിയിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കുള്ള ആ വിഷമസന്ധിയിൽ നിന്നുള്ള ഒരു വിടുതൽ അത് തസ്ബീഹ് കൊണ്ടേ കിട്ടൂ. യൂനുസ് നബിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തെ അള്ളാഹ് രക്ഷപ്പെടുത്തിയത് അദ്ദേഹം മുസബ്ബിഹീങ്ങളിൽ പെട്ടതുകൊണ്ടാണ് എന്നാ പറഞ്ഞത്. തസ്ബീഹ് ചെയ്യുന്നവരിൽ പെട്ടവരാണ്. വനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അദ്ദേഹം നടത്തിയിട്ടുള്ള തസ്ബീഹും പഠിപ്പിച്ചു. മത്സ്യത്തിന്റെ വയറിനകത്ത് അകപ്പെട്ട് കിടക്കുമ്പോ അത്രയും വലിയ ഇടുസതയിൽ കുടുങ്ങിക്കിടക്കുമ്പോ അവിടെ അയാളെ ജീവിപ്പിക്കുന്നത്, അയാളെ സർവൈവ് ചെയ്യുന്നത്, അതിന് കിട്ടുന്നത് ഇതാണ്. വനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ തസ്ബീഹ്, തഹ്മീദ്, അതുപോലെ ഇസ്തിഗ്ഫാർ, ഇതിന്റെയൊക്കെ വലിപ്പം, അതിന്റെയൊക്കെ ശക്തി, അത് പറഞ്ഞാലും തീരൂല. അത് ജീവിതത്തിൽ ഓരോ ഘട്ടത്തിൽ നമ്മളത് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം. അതിന്റെ അർത്ഥം മനസ്സിലാവണം. അപ്പോഴേ ആ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത് മുസ്ലിം നഫ്സി മുഅ്നിസുൻ ലഹ, അത് നമുക്ക് ഉൻസ് ഉണ്ടാക്കി തരുന്ന കാര്യമാണ്. ഉൻസ്, ഭയങ്കര മറ്റേ മനസ്സിൽ നമ്മളൊരു ഏകാന്തമാവുകയും വന്യമായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഏകാന്തതയുടെയും വന്യതയുടെയും ഭീകരതയിൽ നിന്ന് നമ്മളെ ഒരു ഇണക്കത്തിലേക്കും ഒരു വിടുതിയിലേക്കും നമ്മളെ കൊണ്ടുവരുന്നതാണ് ഈ തസ്ബീഹ്. മുഹവ്വിനുൻ ലിസ്സബ്ർ, ക്ഷമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാക്കി തീർക്കുന്ന കാര്യമാണ്. നമുക്ക് ക്ഷമ ഉണ്ടാക്കണമെങ്കിൽ, ക്ഷമ ഉണ്ടായി വരണമെങ്കിൽ തസ്ബീഹ് ചൊല്ലണം. നമുക്ക് ഏകാന്തതയുടെയും വന്യതയുടെയും തടവറയിൽ നിന്ന് ഒരു വെളിച്ചം കിട്ടണമെങ്കിൽ തസ്ബീഹ് ചെയ്യണം. നഫ്സിനൊരാശ്വാസം നമുക്ക് കൊടുക്കണമെങ്കിൽ തസ്ബീഹ് ചെയ്യണം. തസ്ബീഹ് മഅ തഹ്മീദ് വൽ ഇസ്തിഗ്ഫാർ, അത് നിങ്ങൾ മുറുകെ പിടിച്ചോ. അതുകൊണ്ട് എല്ലാം നടക്കും. പ്രശ്നങ്ങൾ അതുകൊണ്ട് യതഹല്ലൽ, അഴിഞ്ഞു തീർന്നു പോകും എല്ലാ വിഷമസന്ധികളും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു ഫസ്ബിർ അലാ മാ യഖൂലൂൻ. അത് അവര് പറയാന്ന് പറഞ്ഞാൽ അവരുടേത് മിനൽ ദമ്മിലക്, ഒന്നുകിൽ താങ്കൾക്കുള്ള ആക്ഷേപമായിരിക്കും, അപ്പോൾ ക്ഷമിക്കുക. വത്തക്ദീബ് ബിമാ ജീത ബിഹി, നിങ്ങൾ കൊണ്ടുവന്നതിനെ കളവാക്കലായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് അതിന് ചെവി കൊടുക്കണ്ട.
വാരിദ് അനിൽ ജാഹിലീൻ, ആ ജാഹിലീങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ടേണവേ, മുഖം തിരിച്ചോ. വഷ്തഗിൽ അൻഹും വൽഹ, അതിൽ നിന്ന് ശുഗലിലാകുക, അതിൽ നിന്ന് അശ്രദ്ധമായിട്ട് താങ്കൾ ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഏതിലേക്ക്? ബി ത്വാഅത്തി റബ്ബിക് വതസ്ബീഹി, ത്വാഅത്തുല്ലാഹ് വതസ്ബീഹു, അതിൽ താങ്കൾ വ്യാപൃതനാവുക. എപ്പോൾ? അവ്വലൻ നഹാരി വആഖിറഹു, പകലിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും. വഫി ഔഖാത്തിൽ ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ. വഅദ്ബാറ സ്വലവാത്ത്, നമസ്കാരങ്ങളുടെ പിറകിൽ. കാരണം ഫൈന്ന ദിക്റല്ലാഹി തആല, അല്ലാഹുവിനുള്ള ദിക്ർ മുസ്ലിൻ ലിന്നഫ്സ്, മുസല്ലിൻ എന്ന് പറയുന്നതായിരിക്കും നല്ല. മുസല്ലിൻ തസ്ലിയത്ത് നൽകുന്നതാണ്, മുസ്ലിൻ എന്നല്ല, മുസല്ലിൻ. തസ്ലിയത്ത് ചെയ്യുന്നതായിരിക്കും, ആശ്വാസം പകരുന്നതായിരിക്കും. ലിന്നഫ്സ്, നഫ്സിന്. മുഅ്നിസ്, മുഅ്നിസുൻ ഫഇന്ന ദിക്റല്ലാഹ് മുസല്ലിൻ, മർഫൂആണ്, ഇന്നന്റെ ഖബർ. അതിലേക്ക് അത്ഫീദു മുഅ്നിസുൻ ലഹ, നഫ്സിന് ഉൻസുണ്ടാക്കി തീർക്കുന്നതാണ്. മുഹവ്വിനുൽ ലിസ്സബ്ർ, ക്ഷമ നമുക്ക് വളരെ ഹയ്യിനാക്കി തീർക്കുന്ന, എളുപ്പമാക്കി തീർക്കുന്ന കാര്യമാണ് തസ്ബീഹ് എന്ന് പറയുന്നത്, ദിക്ർ എന്ന് പറയുന്നത്. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.